ബത്സായിലെ രോഗശാന്തി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 തൊട്ട് 9 വരെയുള്ള വാക്കുകൾ. യഹൂദരുടെ തിരുനാളിന് യേശു യെരുശലേമിലേക്ക് പോയി. അവിടെ ബത്സഹ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അവിടെ മുടന്തരും കുരുടരും തളർവാദ രോഗികളുമായി അനേകം പേർ കിടക്കുന്നത് യേശു കണ്ടു. വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് തളർവാദ രോഗിയോട് ചോദിച്ചു, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഡു യു വാണ്ട് ടു ഗെറ്റ് വെൽ? അവൻ പറഞ്ഞു, വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലിറക്കാൻ ആരുമില്ല. യേശു അവനോട് പറഞ്ഞു, കിടക്കയെടുത്ത് നടക്കുക എന്ന്. തൽക്ഷണം അവൻ സുഖം പ്രാപിച്ച് കിടക്കമെടുത്ത് നടന്നു. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തളർവാദ രോഗിക്ക് പറയാമായിരുന്നു, എനിക്ക് $10 ലക്ഷം വേണമെന്നും എൻ്റെ അസുഖം മാറ്റാൻ. രണ്ടാമതായി, എൻ്റെ കാലുകൾക്ക് PT ഉഷയെപ്പോലെ ഒളിമ്പിക്കിൽ ഓടുവാനുള്ള ശക്തി കിട്ടണമേ എന്നും. മൂന്നാമതായി, എനിക്ക് മൈക്കിൾ ജാക്സനെ പോലെ ഡാൻസ് ചെയ്യാൻ എൻ്റെ കൈകാലുകൾക്ക് ശക്തി കിട്ടണമേ എന്നും പറയാമായിരുന്നു. പക്ഷെ ഇതൊന്നും അവൻ പറഞ്ഞില്ല. പിന്നെയോ, എന്നെ വെള്ളത്തിറക്കാൻ ആരുമില്ല എന്നും ഞാൻ ഒറ്റപ്പെട്ടു എന്നും എന്നെ കെയർ ചെയ്യാൻ ആരുമില്ല എന്നുമാണ്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന മനസ്ഥിതിയാണ് അവന്. പ്രിയ ദൈവജനമേ, 38 വർഷക്കാലം അവൻ്റെ ദേഹത്തുണ്ടാക്കിയ വേദനയേക്കാൾ കൂടുതൽ വലുത് അവന് ആരുമില്ല എന്ന മനോഭാവമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഒന്ന് കണ്ണോടിക്കുക. ആരൊക്കെയാണ് ദുഃഖവും ദുരിതവും പട്ടിണിയുമായി ജീവിക്കുന്നത്? അവരിലേക്ക് കടന്നു ചെന്ന് നിങ്ങൾക്ക് ഞാൻ ഉണ്ട് എന്ന് പറയണം. അവരുടെ ദുഃഖമെല്ലാം ദുരിതവും വിഷമങ്ങളും 50% തീരുമെന്നുള്ളത് ഉറപ്പാണ്. ദൈവത്തിൻ്റെ സ്തുതി.